ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തമിഴ്നാട്ടുകാരുടെ വിഭവമായിട്ടുള്ള ഒരു കടലപ്പരിപ്പ് ചുണ്ടലാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് നവരാത്രി സമയത്ത് അത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ടേസ്റ്റ് തോന്നിയപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എളുപ്പത്തിൽ നമുക്ക് ഉച്ചയ്ക്ക് ഊണിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരൻ പോലത്തെ സാധനമാണ്. തമിഴ്നാട്ടുകാർ ചുണ്ടൽ എന്ന് പറയും. അത് അധികം പേർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷെ ഈ രീതിക്ക് ആയിരിക്കില്ല എല്ലാവരും ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ രീതിക്ക് നല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ കമന്റ്സിലൂടെ അറിയിക്കുക. പ്രത്യേകം പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. നമസ്കാരം. അപ്പോൾ കടലപ്പരിപ്പിൻ്റെ തോരന് വേണ്ടത് ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് ഞാൻ 2 വിസിൽ വെച്ചിട്ട് വേവിച്ച് വെച്ചതാണ്. ഉപ്പ് ഇട്ടിട്ടില്ല, ഉപ്പ് പിന്നെ ആവശ്യത്തിനിടാം. പിന്നെ വറവിടാനായിട്ട് ഉഴുന്നുപരിപ്പും കടുകും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങയും മല്ലിയുടെ ഇലയും ഒരു പച്ചമുളകും. എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ടാൽ മതി. പിന്നെ വറവിലേക്ക് വേണ്ടി കറിവേപ്പിലയും. ഇത്രയാണ് ഇതിന് വേണ്ടു. കുറച്ച് സാധനങ്ങളെ വേണ്ടു, വേഗം ഉണ്ടാക്കാം. പാൻ വെച്ചിട്ട് ആവശ്യത്തിന് വറവിടാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകും. കുറച്ച് കടുകിടുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉഴുന്നുപരിപ്പിടുക. ഉഴുന്നുപരിപ്പ് ഒന്ന് മൂക്കുമ്പോൾ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സാധനം ഞാൻ പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു, കായത്തിൻ്റെ പൊടി കുറച്ച് വേണം. കരിവേപ്പില മൂക്കുമ്പോൾ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലൊരു മൂത്ത മണം വരും. കായത്തിൻ്റെ നല്ല മൂത്ത മണം വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടുപ്പത്ത് തന്നെ വെക്കുക. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മളെടുത്ത് ആ കടലപ്പരിപ്പിന് വേണ്ട അത്രയും തേങ്ങ, അളവൊന്നും ഞാൻ പറയണില്ല, അതൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടാവും. അതും ഈ മല്ലിയുടെ എല്ലാം നമ്മൾ എടുത്ത് കഴുകി വെച്ചിരുന്നതും, പിന്നെ ഒരു പച്ചമുളകും. ഇത് ഞാനൊന്ന് ചതച്ച് കൊണ്ടുവരാം. നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ട് കടലപ്പരിപ്പ് നല്ലോണം ഇങ്ങനെ ഉലർന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ച ഈ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഈ തേങ്ങയുടെ കൂട്ടും കൂടി ആ പച്ചമുളകിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. രണ്ട് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം എല്ലാം കൂടി ഒന്ന് യോജിക്കും. എല്ലാം റെഡി ആയിട്ട് നമുക്കിനി അടുപ്പ് കെടുത്താം.